നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. അതിഥി ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഇയാളാണെന്ന് പറയേണ്ടി വരും. 50,000-ഓളം ഫോളോവേഴ്സുള്ള, മില്യൺ വ്യൂവേഴ്സുള്ള ഒരു വ്യക്തിയാണ്. ഫായിസ് എന്നാണ് പേര്. ഫായിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കോളണമെന്നില്ല. ഫായിസിൻ്റെ ഇൻസ്റ്റഗ്രാം ID സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് ഫായിസ് ബോസ് എന്നാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഫായിസ്, നമസ്കാരം, സ്വാഗതം. എന്താണ് വിശേഷം? സുഖം. ഫായിസ് എവിടെയാണ് വീട്? എവിടെയാണ്? വളാഞ്ചേരി പെരുന്തമണ്ണ റോട്ടിന് കമ്മിറ്റികളത്ത്. ഫായിസ് വീട്ടിലായിരിക്കേണ്ട ഫായിസിൻ്റെ നമുക്ക് കുടുംബത്തിൻ്റെ പശ്ചാത്തലം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഇപ്പം ഉണ്ട്, ഇമ്മുണ്ട്, ഉമ്മ ഉണ്ട്, അഞ്ചത്തുണ്ട്, അനിയനുണ്ട്, ഞാൻ. ഇപ്പം എന്താണ് ജോലി? എന്താണ്? പന്തൽപ്പണിയാണ്. ഉമ്മ ഹൗസ് വൈഫ് തന്നെയാണ്. അനിയനൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കണം. എവിടെയൊക്കെ പഠിക്കുന്നത്? അഞ്ചത്തി മാവണ്ടിയില് 10ല്, 5 മാപ്പടി സ്കൂളിൽ. എത്രയിലാണ്? 3ല്. ചെറിയ ആളുകളാണ് ഇപ്പോൾ അല്ലേ? ഫായിസ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അത് റാഷി ഒന്ന് വീഡിയോ എടുക്കാറിനപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നെടുത്തു. അപ്പോൾ അതിന്മേൽ റീച്ച് കൂടിയപ്പോൾ പിന്നെ കുറേ ആൾക്കാർ സ്റ്റോറി ഇടില്ല, അങ്ങനെ ഇതാക്കി അതിന് കൊളാബ് ചെയ്ത് അങ്ങനെ വീഡിയോ അങ്ങനെ റീച്ചായി. പിന്നെ ഇപ്പോൾ അങ്ങനെ പിന്നെ അടുത്ത കണ്ടന്റ് കുറേ കേസും കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടാക്കി. ഏത് തരത്തിലുള്ള കണ്ടന്റാണ് ഫായിസ് കൂടുതൽ ഉപയോഗിക്കുന്നത്? വണ്ടിൻ്റെ ആയിരുന്നു. ഇപ്പോൾ വണ്ടി ഒഴിവാക്കി കുറച്ച് ദിവസമായി. വണ്ടി പറഞ്ഞാൽ ഫായിസ് ഉപയോഗിക്കുന്ന വണ്ടി ചെറിയ വണ്ടി ഒന്നുമല്ല, സൂപ്പറൊക്കെയാണ്. ഈ ഒരു ഫായിസ് കണ്ടന്റുകളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? റാഷിദാണ് കണ്ടന്റുകളൊക്കെ. ഇപ്പൊ ഈ സുപ്ര എന്താണ്, അതുപോലെ വണ്ടികൾ, അങ്ങനത്തെ ഈ സുപ്ര ആ രീതിയിലൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതൊന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി, അപ്പൊ അതിമ ഇട്ടപ്പോ അതിമ റീച്ച് കൂടിയപ്പോ പിന്നെ അങ്ങനെ അതിമ വെച്ച് വീഡിയോ ഉണ്ടാക്കി. അപ്പൊ ഈ ചില വീഡിയോകളൊക്കെ ആണല്ലോ ഇപ്പൊ ഫായിസിന്റെ സുപ്ര എന്താണ് കൊട്ടവണ്ടിയിലും ഇതിലൊക്കെ കയറ്റുന്നത്, അതൊക്കെ അതിനൊക്കെ ആ കൊട്ടവണ്ടിയൊക്കെ സഹകരിക്കുന്നതൊക്കെ നാട്ടുകാരാണോ അതോ? അവിടെ ആൾക്കാർ കൊടുക്കുമ്പോ അപ്പോ ചോദിച്ചിട്ടാണ് ചെയ്യാം. അപ്പൊ ഈ സോഷ്യൽ മീഡിയ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അത് അന്ന് ഇട്ടപ്പോ പിന്നെ അതിമ ഇടാനും കൊറേ തോന്നി. പിന്നെ അങ്ങനെ ആൾക്കാർ വിളിച്ചപ്പോ പോവാ, അങ്ങനെ എടുക്കലൊക്കെ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ലാത്ത സപ്പോർട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത സപ്പോർട്ട് പറഞ്ഞാല് ഉമ്മ ഇപ്പൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സ്കൂൾ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ട് എങ്ങനെ വരുന്നത്? ഫ്രണ്ട്സിന്റെ അടുത്ത് നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഫായിസിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഫേസ്ബുക്കിൽ എത്ര ഉണ്ട്? ഇൻസ്റ്റഗ്രാമിൽ 47.3K ഉണ്ട് ഇപ്പൊ. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയതിന് ശേഷം പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയല്ലേ, എന്താണ് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്നൊക്കെ പല ചോദ്യങ്ങളുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. നല്ല ചോദ്യം ചോദിക്കണ്ടേ. അപ്പൊ ഞാൻ അതിനെന്താ മറുപടി ഇങ്ങനെ പറയും. എന്താ പറയല്? ചോദിക്കുമ്പോ മറുപടി ഇങ്ങനെ പറയാന് പൈസ ഇട്ടില്ല, ആ പൈസ ഇട്ടില്ലൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരിങ്ങനെ കളിയാക്കി ചോദിക്കുമ്പോ അത് പിന്നെ അതിമ്മ മെയിൻ ചെയ്യാതെ നടക്കുക ചെയ്യാം. അങ്ങനൊക്കെ ഉണ്ട്. ഇടക്ക് നാട്ടിലെ ഇടക്ക് കളിയാക്കലുണ്ട്. ഇപ്പൊ ഈ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഏകദേശം 50K ഫോളോവേഴ്സിന്റെ അടുത്ത് 47K ഫോളോവേഴ്സ് ആയി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കളിയാക്കിയവരൊക്കെ ഇപ്പൊ തിരിച്ചു പറിച്ചു തുടങ്ങിയില്ലേ? ആൾക്കാര് അങ്ങനെ കളിയാക്കലൊക്കെ ഉണ്ട്. ഞാനത് തിരിഞ്ഞു നോക്കലൊന്നും വെറുതെ കളിയാക്കി ചോദിക്കുമ്പോ ഒക്കെ. സോഷ്യൽ മീഡിയയിൽ ഒരു തരം കയറ്റി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആലോചനകളായിട്ട് പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ? ഇൻസ്റ്റയില് കുറെ പേരോ ഞാൻ എടുക്കലൊന്നും ഫേക്ക് അക്കൗണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ എടുക്കലില്ല. അങ്ങനെ വരുന്നവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, അങ്ങനെ വരുന്നവരോട് എന്താണ് ഫായിസിന് പറയാനുള്ളത്? ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പൊ ഫായിസിന്റെ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനത്തെ നോ. ഏതായാലും നമ്മള് വീഡിയോ ഇങ്ങനെ പോകുമ്പോഴേ നമുക്കൊരു എക്സ്പ്രഷൻ ഒരു ഇതിട്ടാലോ, ഒരു ചലഞ്ച് എടുത്താലോ? ഈ നാരങ്ങൊന്ന് ഫായിസൊന്ന് കഴിക്കാം. വീട്ടിലുണ്ടായ ഒരു ഓറഞ്ചാണ് കഴിച്ചു.
എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. പുളി നല്ല പുളിയുണ്ട്. നല്ല പുളി ഉണ്ടല്ലേ? ചോദിക്കാൻ വിട്ടൊരു സംഗതി ഉണ്ട്. ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീലിടുമ്പോഴും കാര്യങ്ങളൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുമല്ലോ. അതിനോട് ഫായിസ് എന്താണ് പ്രതികരിക്കൽ? എങ്ങനെയാണ്? കമന്റ് ഒന്നും നോക്കൂല. ഒന്നും നോക്കൂല. കമന്റ് നോക്കിയ ഫുള്ള് അതില് എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. അതുകൊണ്ട് നമ്മളത് നോക്കൽ തന്നെ ഇല്ല. നല്ലതുണ്ടാവും പിന്നെ ചീത്ത ഉണ്ടാവും, അത് നോക്കലില്ല. അങ്ങനെ കമന്റ് ഫായിസ് റീലിടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം, മാറിക്കുക. പിന്നെ കമന്റുമൊക്കെ ഉള്ള ശ്രദ്ധകൾ നോക്കൂല. അങ്ങനെ കമന്റ് ഇടുന്നവരോട് പറയാനുള്ള ഫായിസിന് കമന്റ് ഇട്ടിട്ട് കാര്യമില്ല, കമന്റ് ഫായിസ് ശ്രദ്ധിക്കൂല. പക്ഷെ ചെക്കന്മാര് പറയുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവുന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ വൈകിട്ട് പോയി നോക്കലില്ല. പിന്നെ ഫായിസ് ഇപ്പൊ പ്രൊമോഷൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഫായിസ് ഡയറക്റ്റ് ആണോ? ഇപ്പൊ നിലവിൽ ഇപ്പൊ പ്രൊമോഷൻ ചെയ്യാൻ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഫായിസിന്റെ നമ്പർ നമുക്ക് വീഡിയോയുടെ കൂടെ ചേർക്കാമല്ലോ. ഫായിസിന്റെ പേഴ്സണൽ നമ്പർ തന്നെ കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഫായിസിന്റെ വിശേഷങ്ങൾ. ഫായിസ് ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയാസം ഫായിസിനുണ്ട്. അതാണ് വീഡിയോയിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവും. ഫായിസ് ഇത്തരത്തിലൊരു അഭിമുഖം ചെയ്യുന്നത് ആദ്യമായിട്ടുള്ളതുകൊണ്ട് പ്രയാസമാണ്. ഏതായാലും ഇത്രയൊക്കെ തന്നെയാണ് ഫായിസിനും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.